أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റബീഉൽ അവ്വലിൻ്റെ അവസാന ഘട്ടത്തിലെങ്കിലും നമ്മുടെ ഖുർആൻ പാഠശാലയിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളുമായി ബന്ധപ്പെട്ട്, മദ്ഹുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹബീബാണ് നമ്മുടെ റോൾ മോഡൽ എന്ന അതിപ്രസക്തമായ ഒരു വിഷയമാണ്. പലരും പലരെയും റോൾ മോഡലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ വിശ്വാസികൾക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു സൂറത്തുൽ അഹ്സാബിൻ്റെ 21-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വേണമെന്ന് പ്രതീക്ഷിക്കുന്ന, അന്ത്യദിനത്തിലെ വിജയം താൽപ്പര്യപ്പെടുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ സന്മനസ് കാണിക്കുന്ന നല്ല മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ ഏറ്റവും ഉദാത്തമായ മാതൃകയുണ്ട്. ഇതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസനത്തുൻ, ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങളുടെ റോൾ മോഡൽ. ആർക്ക്? നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആർക്ക്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ വ്യക്തിത്വത്തെ കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. പിന്നെ ആർക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോൾ മോഡലാകുന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടണമെന്ന് കൊതിക്കുന്നവർക്ക്,
പരലോക വിജയം എനിക്കുണ്ടാവണമെന്ന് കൊതിക്കുന്നവർക്ക്, അള്ളാഹു ഉണ്ടെന്ന ചിന്ത ഹൃദയത്തിൽ വരുന്നവർക്ക് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ റോൾ മോഡൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കാനായി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ എടുത്ത് അവതരിപ്പിക്കാൻ കഴിയും. ഒരുപാട് പറഞ്ഞു നീട്ടിക്കൊണ്ടു പോകാനുള്ള സമയമില്ല. ഞാനിവിടെ കേവലം 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അവതരണം അവസാനിപ്പിക്കണം എന്നതുകൊണ്ട് ഒരു 7 കാര്യങ്ങൾ ഒരു മനുഷ്യൻ സമ്പൂർണനായി തീരാൻ, അവനൊരു അംഗീകരിക്കപ്പെടുന്ന മനുഷ്യനായി തീരാൻ, സർവസ്വീകാര്യനായി മാറാൻ അത്യാവശ്യമായ 7 കാര്യങ്ങൾ മാത്രം നമ്പർ ഇട്ടുകൊണ്ട് സംസാരിക്കാം. ആ 7 കാര്യങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിസ്തുലനായ വ്യക്തിത്വം എന്ന് വരുന്നതോട് കൂടെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. ലോകത്ത് ഏത് മൂല്യങ്ങൾ എടുത്തു നോക്കിയാലും ആ മൂല്യങ്ങളിലൊക്കെ 100 മാർക്കോടെ പാസ്സാകാൻ പറ്റുന്നത് മുത്തുനബി മാത്രമായിരിക്കും, ഹബീബ് മാത്രമായിരിക്കും. ഏത് മൂല്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആ മൂല്യങ്ങളിൽ റസൂലുള്ളാഹി തങ്ങളുടെ മാർക്ക് എത്ര എന്ന് ചോദിച്ചാൽ അത് 1ാം റാങ്ക് ആയിരിക്കും മുത്തുനബിക്കതിൽ. നമുക്ക് പരിശോധിക്കാം, സമയം കുറവാണല്ലോ, വേഗം പരിശോധിക്കാം. 1, വിനയം. ഒരു മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അയാളിൽ കുടികൊള്ളുന്ന വിനയമാണ്. ഒരാൾ വലിയ തടിമാടനായതുകൊണ്ട് അയാൾ സ്വീകാര്യനാവില്ല, ആരോഗ്യമുള്ളതുകൊണ്ട് അയാൾ സ്വീകാര്യനാവില്ല, സൗന്ദര്യമുള്ളതുകൊണ്ട് സ്വീകാര്യനാവില്ല. അതൊക്കെ പലപ്പോഴും ഈ പറഞ്ഞതിൽ പലതും സ്വീകാര്യതയുടെ അടയാളങ്ങളാകും. എന്നാൽ വിനയം എന്ന് പറഞ്ഞതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും 1ാമത്തെ ലക്ഷണം. സൽഗുണങ്ങളിൽ നമ്പർ 1 ഗുണം വിനയമാണ്. അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളെക്കുറിച്ച്, ചെകുത്താൻ്റെ അടിമകളല്ല, ദേഹേച്ഛകളുടെ അടിമകളല്ല, അവസരങ്ങളുടെ അടിമകളല്ല, ഇതൊന്നുമല്ലാതെ അള്ളാഹുവിൻ്റെ അടിമയായി മാറുന്നവരുടെ 12 ഗുണങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. 12 ഗുണങ്ങൾ. സൂറത്തുൽ ഫുർഖാന്റെ ഏറ്റവും അവസാന ഭാഗം 12 ഗുണങ്ങൾ. 1 ഡസൻ ഗുണങ്ങൾ എന്നാണോ ഒരു മനുഷ്യനിൽ 100% മേളിക്കുന്നത്, അന്നേ അവൻ 100% അള്ളാഹുവിൻ്റെ അടിമയാകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ ഗുണം രാത്രി നിന്ന് നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, പൊതുമാപ്പ് കൊടുക്കുന്നവനായിരിക്കണം എന്ന് പറയുന്നുണ്ട്, വൃത്തികേടുകളോട് അകന്നു ജീവിക്കണമെന്ന് പറയുന്നുണ്ട്, ധൂർത്തടിക്കരുത് എന്ന് പറയുന്നുണ്ട്, നരകത്തെ ഭയന്നു കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്, നിരന്തരമായി പ്രാർത്ഥന നടത്തണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ. എന്നാൽ അതിൽ 1ാമതായി പറഞ്ഞത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമുഖത്തുകൂടെ വിനയാന്വിതരായി സഞ്ചരിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ
വിനയത്തോടെ ജീവിക്കുന്നവർ അവരാണത്രേ അള്ളാഹുവിൻ്റെ അടിമകൾ. അപ്പോൾ ആദ്യമായിട്ടൊരു മനുഷ്യനിലുണ്ടാവേണ്ട ഫസ്റ്റ് ഗുണം, ആദ്യത്തെ ഗുണം, അത് വിനയമാണ്. അത് മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തിൻ്റെ ആൾരൂപമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നംറഅതൻ കാന ഫീ അഖ്ലിഹാ ഷൈഉൻ, ഒരു മാനസിക രോഗിയായ ഒരു പെണ്ണ്, ആ പെണ്ണിന് ബുദ്ധി കൃത്യമായിട്ടില്ലായിരുന്നു. നമ്മൾ സാധാരണ തലക്ക് സുഖമില്ലാത്തയാൾ എന്ന് പറയും. മാനസിക രോഗിയായൊരു പെണ്ണാണ്. ആ പെണ്ണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്നു. ജാഅത്തുഹു, നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നലി ഇലൈക ഹാജ, നബിയെ എനിക്ക് തങ്ങളെ ഒന്ന് കാണേണ്ടതുണ്ട്, തങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എപ്പോഴാ ഒരു അപ്പോയിൻമെൻറ്റ് തരിക? അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? അപ്പോയിൻമെൻറ്റ് എപ്പോഴാണ് തരാൻ പറ്റുക എന്ന് പിന്നെ ആലോചിക്കാം. നിങ്ങളിപ്പോൾ പോയിക്കോളൂ, എൻ്റെ സെക്രട്ടറിയെ വിളിച്ചോളൂ, പറയുന്ന സമയത്ത് കൃത്യമായിട്ട് വന്നോളണം, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കരുത്, രണ്ടായാലും എന്നെ കാണാൻ പറ്റൂല, ഞാൻ തിരക്ക് പിടിച്ച ഒരു നേതാവാണേ. ഇങ്ങനെ തിരക്കഭിനയിക്കുകയല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അപ്പോയിൻമെന്റ് കൊടുക്കുന്നത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ളാഹി പറഞ്ഞു, ഇജ്ലിസി യാ ഉമ്മ ഫുലാൻ, ഉമ്മ നിങ്ങൾ പോയിട്ട് ഫീ അയ്യി തുറുക്കിൽ മദീന, മദീനയുടെ ഏത് ഇടവഴികളിലും പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്കിരിക്കാം. ശിഅ്തി, നിങ്ങൾക്ക് വേണ്ട ഇടവഴിയിൽ പോയിരുന്നോളൂ. മദീനയുടെ ഏത് ഇടവഴിയിൽ പോയിരുന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചാലും അജ്ലിസ് ഇലൈക്കി, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. ഹത്താ ഖ്ലിയ ഹാജതകി, നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചിട്ടേ ഞാൻ തിരിച്ചു പോരുള്ളൂ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനത് ചെവിയോർത്ത് കേൾക്കും, ഞാൻ അതിന് കാതോർക്കാൻ തയ്യാറാണ്. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? അത് സോൾവ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ എവിടേക്ക് വരാൻ പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാം, സ്ഥലം പറഞ്ഞാൽ മതി. ഒരു ഉമ്മാമ വന്നിട്ട്, അതും മാനസിക രോഗിയായ ഒരു ഉമ്മാമ വന്നിട്ട്, മാനസിക രോഗികളെ ഒന്നും പലപ്പോഴും നമ്മൾ പരിഗണിക്കാനല്ല, അള്ളാഹുവിൻ്റെ റസൂലിനോട് അപ്പോയിൻമെൻ്റ് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയാം, എപ്പോഴാ വേണ്ടത്, എവിടേക്കാ വേണ്ടത്, ഞാൻ അങ്ങോട്ട് വന്നോളാം, എന്നെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്ന് പ്രയാസപ്പെടണ്ട. അങ്ങനെ ആ പെണ്ണ് എന്തോ ഒരു സ്വകാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാനുണ്ടാകും. ദൂരെ പോയിരുന്നു, ഇന്ന സ്ഥലത്ത് ഞാൻ പോയിരിക്കാം, നബിയെ തങ്ങൾ അങ്ങോട്ട് വരണം. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ചെന്നിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുത്ത് ചെന്ന് ആ ഉമ്മ പറയുന്ന സങ്കടങ്ങൾക്ക് കാതോർത്തു. ഹത്താ ഫറഗത്ത് മിൻ ഹാജത്തിഹാ, അവർ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത്, മുത്തുനബി എന്ത് പ്രശ്നമാണോ അവർക്ക് പരിഹരിച്ചു കൊടുക്കേണ്ടത്, ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയുടെയും മദീനയുടെയും രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച ഈ വിനയത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഈ ഒരൊറ്റ വിഷയം സംസാരിച്ചാൽ 2 മണിക്കൂർ സംസാരിച്ചാലും തീരില്ല. നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്ത് സംസാരിച്ചാൽ, കാരണം അത്രയധികം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തിൻ്റെ ആൾരൂപമായി പ്രത്യക്ഷപ്പെടുന്ന
ഒരുപാട് സന്ദർഭങ്ങൾ മുത്തുനബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരു സംഭവവും കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രയിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പമാണ്. ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാട്ടിൻകുട്ടിയെ ഹദിയയായി കൊണ്ടുവന്നു കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാണ്, ഇതാ ഒരാട്ടിൻകുട്ടിയെ നമുക്ക് ഹദിയയായി കിട്ടിയിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ എത്രയോ ദിവസമായില്ലേ ഭക്ഷണം കഴിച്ചിട്ട്, മര്യാദക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായില്ലേ, നമുക്ക് ഈ ആട്ടിൻകുട്ടിയെ അറുത്ത് പാകം ചെയ്ത് ഭക്ഷണമാക്കി കളയാം. കേൾക്കേണ്ട താമസം, നബി തങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അലയ്യ ദബ്ഹുഹാ യാ റസൂലല്ലാഹ്, നബിയെ ആ ആട്ടിൻകുട്ടിയെ അറക്കുന്ന ജോലി, അത് കശാപ്പ് ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു നബിയെ. അയാൾക്ക് അറക്കാൻ അറിയാം, അതുകൊണ്ട് അത് ഞാൻ അറുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അലയ്യ ദബ്ഹുഹാ. അപ്പോഴാണ് രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. വഖാല ആഖറു, മറ്റേ ആൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അലയ്യ സൽഹുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനത് തോല് പൊളിച്ചു തരാം, തൊലിയുരിഞ്ഞ് തരാം. അറക്കാൻ അറിയാത്ത ആൾക്ക് അറക്കാൻ കഴിയില്ല. തോല് പൊളിക്കാൻ അറിയാത്തയാൾക്ക് അതിന് തീരെ കഴിയില്ല. ഒരൊറ്റ ആടിനെ തോല് പൊളിക്കാൻ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ തോല് പൊളിക്കാൻ ഒരു ദിവസം മുഴുവൻ എടുത്താലും അത് പൊളിയൂല. അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഏതായാലും ഇയാൾക്ക് അതിൽ പ്രാവീണ്യം ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അലയ്യ സൽഹുഹ, അത് തോല് പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ മൂന്നാമത്തെ ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, താങ്കൾ അറക്കുമെങ്കിൽ, നിങ്ങളത് തോല് പൊളിക്കുമെങ്കിൽ, അലയ്യ ഖത്ഉഹ, അത് കട്ട് ചെയ്യുന്ന കാര്യം, മുറിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മൂന്നാമത്തെ ആൾ. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് നാലാമത്തെ ആൾ എഴുന്നേറ്റുകൊണ്ട് പറയുന്നത്, ശരി, നിങ്ങൾ മൂന്നാളും ഈ ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കുമെങ്കിൽ അലയ്യ ത്വബ്ഹുഹ, ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ, അത് പാചകം ചെയ്യുന്ന പണി ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ഒന്നാം തരം കുക്കാണ്, അത് ഞാൻ പാചകം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നാലുപേരും ഇവർക്കിടയില് ഇവരുടെ ഡ്യൂട്ടികൾ ഡിവൈഡ് ചെയ്തപ്പം, വീതിച്ചെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അറുക്കുമെങ്കിൽ, നിങ്ങൾ തോല് പൊളിക്കുമെങ്കിൽ, നിങ്ങൾ കട്ട് ചെയ്യുമെങ്കിൽ, നിങ്ങളത് വേവിക്കുമെന്നും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളാരും ആലോചിക്കാത്ത ഒരു പണി ബാക്കിയുണ്ട്. ആ പണി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അലയ്യ ജംഉ ഹത്ബിഹാ സുബ്ഹാന മൻ ജല്ല ജലാലു. ആരാണീ ഹബീബ്? ഒന്ന് ആലോചിച്ച് നോക്ക്. മുത്തുനബി പറയാണ്, ഈ ആട്ടുമാംസം പാചകം ചെയ്യണമെങ്കിൽ വിറക് വേണ്ടേ? മരുഭൂമിയിലിരിക്കുന്ന ഇവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുക, വിറക് വേണ്ടേ? ആ വിറക് പ്രത്യേകിച്ച് മരുഭൂമിയിലാണ്. മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് പല ഭാഗത്ത് പോയി ഒരു കൊള്ളി രണ്ട് കൊള്ളി വിറകുകൾ ഒപ്പിച്ച് കൊണ്ടുവന്ന് ഇത് പാചകം ചെയ്യാൻ ആവശ്യമായ വിറക് കെട്ടിക്കൊണ്ടുവരുന്ന ജോലി ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് നമുക്കിടയിലുള്ള ഒരു ലീഡർ ഇത്തരം പണികൾ എടുക്കാൻ തയ്യാറാകുമോ? എല്ലാം അനുയായികളെ കൊണ്ട് എടുപ്പിക്കും. അനുയായികളൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ പണികൾ ഏറ്റെടുക്കുമ്പോൾ ഇതുപോലെ ഒരു പണി ഏറ്റെടുക്കാൻ പറ്റുമോ? ഇനി ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ അതിലേറ്റവും സിമ്പിൾ പണിയല്ലേ ഏറ്റെടുക്കുക.
ഇപ്പോൾ ഈ മറ്റുള്ളവർ പറഞ്ഞ സ്ഥിതിക്ക് ഒരാൾ അറക്കാന്ന് പറഞ്ഞു, ഒരാൾ തോല് വിളിക്കാന്ന് പറഞ്ഞു, ഒരാൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞു, ഒരാൾ പാചകം ചെയ്യാന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അഞ്ചാമൻ്റെ റോളിൽ നമുക്ക് പറയാനുള്ളത് അലയ്യ ജംഉ ഹതബിഹ എന്നാകൂല, അലയ്യ അഖ്ലുഹ എന്നായിരിക്കും പറയാനുണ്ടാവുക. ശരി, പണിയൊക്കെ കഴിഞ്ഞല്ലോ, ഷാപ്പിടാൻ ഞാനുണ്ട് എന്നായിരിക്കും പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. അപ്പോഴേക്ക് സ്വഹാബത്ത് ഞെട്ടിപ്പോയി. കാരണം അവർ പോലും ആലോചിക്കാത്ത ഒരു സംഭവമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുന്നത്. അവർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നക്ഫീകൽ അമൽ. നബിയേ, ഞങ്ങൾ ഡ്യൂട്ടി ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തു എന്ന് കരുതി തങ്ങളത് ഓഹരി വെക്കണ്ടായിരുന്നു, തങ്ങൾ ആ ഓഹരി വെപ്പിൽ കൂടേണ്ടിയില്ലായിരുന്നു. നബിയെ, സംഗതി ശരിയാണ്, വിറക് വേണം, തങ്ങളുടെ പണി ഞങ്ങളെല്ലാവരും കൂടെ തങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് ചെയ്തോളാം. നക്ഫീകൽ അമല യാ റസൂലല്ലാഹ്. ഞങ്ങൾ 4 ആളും പോയിക്കോളാം. 4 ആളും പോയിട്ട് തങ്ങൾ ഏറ്റെടുത്ത ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിച്ചോളാം, തങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. അങ്ങനെ തന്നെയാണല്ലോ അനുയായികൾ ലീഡറോട് പറയേണ്ടത്. പക്ഷേ ലീഡർ തിരിച്ചു പറയുന്നത് കേട്ടു നോക്കൂ. ഖദ് അലിംതു അന്നകും തക്ഫൂനനിൽ അമൽ. നിങ്ങൾ എൻ്റെ പണി നിർവഹിക്കും എന്നെനിക്കറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ എൻ്റെ പണി നിങ്ങളെല്ലാവരും കൂടെ എടുത്തോളും എന്നെനിക്കറിയാം. വലാകിൻ അക്റഹു അൻ അതമയ്യസ ഫീകും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ വ്യതിരിക്തനായിരിക്കാൻ, വേറിട്ടു നിൽക്കാൻ, നിങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ ഞാനൊരു ലീഡറായിരിക്കാൻ എനിക്കിഷ്ടമില്ല. ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യക്റഹു മിൻ അബ്ദിഹി. അല്ലാഹു തആല തൻ്റെ അടിമയിൽ നിന്ന് അല്ലാഹു വെറുക്കുന്നുണ്ട്. അയ്യറാഹു മുതമയ്യിസം ബൈന സുഹാബിഹി. കൂട്ടുകാർക്കിടയിൽ ലീഡർഷിപ്പിൻ്റെ തലക്കനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലക്കനത്തിൽ കൂട്ടുകാർക്കിടയിൽ വ്യത്യസ്തനാകുന്നവനെ എന്ന് പറഞ്ഞാൽ വ്യതിരിക്തനായിരിക്കുന്നവനെ, ഒറ്റപ്പെട്ടിരിക്കുന്നവനെ, വേറിട്ടു നിൽക്കുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ പണിയെടുക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിറക് കെട്ടാൻ പോയി. ഇതിലും വലിയ ഒരു വിനയത്തിൻ്റെ കഥ മുത്തുനബിയെപ്പറ്റി ഇനി നമുക്ക് എന്തു പറയാനാ? എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി ഇതിന് പറയാനുള്ളത്? ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എത്രയെത്ര സംഭവങ്ങൾ ഇനിയും നമുക്ക് കാണാം. മുസന്നഫ് ഇബ്നു അബീ ശൈബ, അവിടെ ഒരു സംഭവം കാണാം. പറഞ്ഞാൽ സമയം വൈകുമെന്നറിയാം, അതും കൂടെ അങ്ങ് പറയാം. വളരെ ശ്രദ്ധേയമായൊരു സംഭവം. യഹ്യ ഇബ്നു ജഅദ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കറുത്ത ഒരു മനുഷ്യൻ കടന്നു വരുന്നു. ജാഅ റജുലുൻ അസ്വദു. ആള് കറുകറുന്നനെ കറുത്തിട്ടാണ്. വർണ്ണവിവേചനം നിലനിൽക്കുന്നവർക്ക് അതെന്നെ മതി ആളെ അകറ്റാൻ. അതോടൊപ്പം കറുത്ത മനുഷ്യനാണെന്നത് മാത്രമല്ല, ബിഹി ജുദുരിയുൻ കത്തകശറ. വസൂരി രോഗം ബാധിച്ചിട്ട് അയാളുടെ ശരീരം വ്രണമായി പൊട്ടിങ്ങനെ ഒലിക്കുന്നുണ്ട്. തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്നുണ്ട് ശരീരത്തിന്. ഈ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളുടെ ആ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു കാര്യവും കൂടെ പറയട്ടെ, സ്വഹാബത്തിനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ വർണ്ണവിവേചനത്തിൽ നിന്ന് അവരിങ്ങ് സലാമത്തായി വരുന്നേ ഉള്ളൂ. മാത്രമല്ല, എല്ലാ ദുശ്ശീലങ്ങളും ശീലങ്ങളാക്കി മാറ്റിയിരുന്ന ജാഹിലിയത്തിൻ്റെ സംസ്കാരം പിരടിയിൽ നിന്നങ്ങ് ഒഴിച്ചു വരുന്നേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. പക്ഷെ പിന്നീട് അവരെ അള്ളാഹുവിൻ്റെ റസൂല് സംസ്കരിച്ചെടുത്ത് ഏറ്റവും ഉന്നതരാക്കി മാറ്റി. അത് പ്രത്യേകം പറയേണ്ടതാണ്. ഏതായാലും ഇതൊക്കെ ആദ്യ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ്. ഈ മനുഷ്യൻ കയറി വന്നപ്പം ലാ യജ്ലിസു ജംബ അഹദിൻ ഇല്ലാ അഖാമഹു.
ഇയാൾ എവിടെ വന്നിരിക്കുകയാണെങ്കിൽ ആരടുത്ത് സദസ്സിൽ ഏത് ഭാഗത്ത് ചെന്നിരുന്നാലും ആ ആള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ആരുടെ ചാരത്ത് ഇയാൾ വന്നിരുന്നാലും ഇല്ല അക്കാമഹു, ആ ആളെ എഴുന്നേൽപ്പിച്ചു വിടാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ എവിടെ വന്നിരുന്നാലും തൊട്ടടുത്തുള്ള ആളെ എഴുന്നേറ്റ് പോകുന്ന അർത്ഥം. കാരണം ഇയാളൊപ്പം ഇരിക്കാനുള്ള അറപ്പും വെറുപ്പും ചടപ്പും ഇതുകൊണ്ട് ഇയാളുടെ അടുത്ത് ആരും ഇരിക്കാൻ തയ്യാറല്ല. മുത്തുനബിക്ക് മനസ്സിലായി ഇവർക്ക് ഇയാളോടുള്ള അറപ്പ് കൊണ്ടാണ്. ഇയാളുടെ ശരീരം കാണുമ്പോൾ ഇവർക്ക് അറപ്പ് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലേക്ക് അങ്ങ് ഇറങ്ങി. ഫഅഖദഹു റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചിട്ട് നേരെ സദസ്സിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. മുമ്പിലിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫഅജ്ലസഹു ഇലാ ജംബിഹി, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഓരം ചേർന്ന് ഹബീബിൻ്റെ ചാരത്ത് അദ്ദേഹത്തെയും അവിടെ ഇരുത്തി. അതാണ് മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോരെ സഹോദരങ്ങളെ, ഇങ്ങനെ വിനയം കാണിക്കാൻ ലോകത്താർക്കാ സാധിക്കാം? ഇങ്ങനെ വിനയം കാണിക്കാൻ ലോകത്ത് ഏതു നേതാവിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സാധിക്കുക? സുബ്ഹാന മൻ ജല്ല ജലാലു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരിക്കലൊരു കുഷ്ഠരോഗി വന്നു. കുഷ്ഠരോഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ആളടുത്തേക്ക് അങ്ങ് അടുക്കൂല. വ്രണമായി ശരീരം വളരെ മോശമായിട്ട് പൊട്ടിയൊലിച്ച് കാണുമ്പോൾ തന്നെ അറപ്പും ചടപ്പും തോന്നുന്ന രോഗം. ആ കുഷ്ഠരോഗി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഷ്ഠരോഗിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് റസൂലുള്ള കഴിക്കുന്ന പാത്രത്തിലേക്ക് ആ കുഷ്ഠരോഗിയുടെ കൈ വെച്ചു കൊടുത്തുകൊണ്ട് മുത്തുനബി പറഞ്ഞു, കുൽ സിഖതം ബില്ലാഹി വ തവക്കുലൻ അലൈഹി. മോനെ, എൻ്റെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചോളൂ. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ അറപ്പും ചടപ്പും തോന്നിയെങ്കിലോ അള്ളാഹുവിൻ്റെ ഹബീബ് ഏറ്റെടുക്കുകയാണ്. ഇതവിടെ വരട്ടെ, ദാ എൻ്റെ പ്ലേറ്റിൽ എന്നോടൊപ്പം ഇരുന്ന് തിന്നോളൂ, ഒരു പേടിയും എനിക്കില്ല. ഖുൽ സിഖതം ബില്ലാഹി വ തവക്കുലൻ അലൈഹി. അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഒരു ലീഡറെ ലോകം കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? മറ്റെവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? കുഷ്ഠരോഗികളെ പരിചരിക്കുന്നവരുണ്ടാകും, അവർക്ക് ഭക്ഷണവും മരുന്ന് എത്തിക്കുന്നവരുണ്ടാകും. ഞങ്ങളിതൊക്കെ എത്തിച്ചു എന്ന് മാലോകരെ അറിയിക്കാൻ വേണ്ടി അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നവരുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും, സംഗതി ശരി തന്നെയാണ്. പക്ഷെ അവർ ആ കുഷ്ഠരോഗികളുടെ അടുത്ത് നിന്നൊന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവർ തൊട്ടടുത്തേക്ക് നിൽക്കൂല, കുറച്ച് അകന്നായിരിക്കും നിൽക്കുക. അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം അത് അടുപ്പിക്കാമെന്ന് ചിന്തിക്കും. രണ്ടാളെയും വേറെ വേറെ ഫോട്ടോ എടുത്തിട്ട്, അവൻ്റെയും രോഗിയുടെയും, എന്നിട്ട് അടുപ്പിക്കാമെന്ന് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൂ, നിങ്ങൾ കുഷ്ഠരോഗിയെ വിളിച്ചു വരുത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്ലേറ്റിൽ കൈവെപ്പിച്ചു ഭക്ഷണം കഴിപ്പിക്കുന്നു. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എത്ര സംഭവങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഇതാണ് വിനയം എന്ന സ്വഭാവവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും രണ്ടും കൂടെ തട്ടിച്ചു നോക്കുമ്പം നമ്മുടെ മുമ്പിൽ വരുന്ന മറക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ. നമ്പർ 2, അമാനത്ത് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയും വിശ്വസ്തതയും. ഒരാള് സത്യസന്ധനായി മാറുന്നത്, വിശ്വസ്തനായി ഒരാള് പരിപൂർണ മനുഷ്യനായി മാറുന്നത്, സർവാംഗീകാരമുള്ളയാളായി സുസമ്മതനായി മാറുന്നത്, അതിൽ രണ്ടാമത്തെ ഗുണമാണ് വിശ്വസ്തത. വഞ്ചിക്കരുത്, ചതിക്കരുത്, മനുഷ്യനെ പറ്റിക്കരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് ചെറുപ്പം മുതൽ, നുബൂവത്ത് കിട്ടിയാരല്ല, നുബൂവത്ത് കിട്ടിയതിന് ശേഷം 40ന്റെ ശേഷമല്ല, മുത്തുനബി ചെറുപ്പം മുതൽ
അൽ അമീൻ എന്നായിരുന്നു മക്കക്കാർ മുഴുവനും മുത്തുനബിയെ വിളിച്ചിരുന്ന ഓമന പേര്. അത്രയധികം അമാനത്തുള്ള വിശ്വസ്തതയും സത്യസന്ധതയുമുള്ളയാളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ അന്ന് കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിക്കുന്നതുമായി അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ നടന്ന സമയത്ത് ആരാണ് വെക്കുക, ഏത് കുടുംബമാണ് ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുക എന്നതിനെ സംബന്ധിച്ച് തർക്കമായി. ആ തർക്കം വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറും എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, ഇനി ഈ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്നയാൾ അത് വെക്കാന്ന്, അദ്ദേഹത്തെ അത് വെക്കാൻ വേണ്ടി നമുക്ക് നിയമിക്കാമെന്ന് തീരുമാനിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെ ചെയ്യാം, പ്രശ്നം തീർക്കണം. പിന്നീട് ആ സദസ്സിലേക്ക് അവരുടെ അടുത്തേക്ക് കടന്നു വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നുബുവത്തിന് മുമ്പാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സാകുന്നതിന് മുമ്പത്തെ കഥയായി പറയുന്നത്. അവിടെ അവർ പറയാണ്, ഹാദാ മുഹമ്മദുൻ ഹാദൽ അമീൻ, ഇതാ നമ്മൾ ഇനി കടന്നു വരുന്നയാൾക്ക് നൽകാമെന്ന് പറഞ്ഞു. ഇത് ചില്ലറക്കാരനല്ല, മുഹമ്മദാണ് കടന്നു വരുന്നത്, മുഹമ്മദ് എന്ന മോനാണ് കടന്നു വരുന്നത്. ഹാദൽ അമീൻ, ഇയാള് അൽ അമീനാണ്, അൽ അമീനാണ് ഈ ആള്. ഖദ് റദീനാ ബിഹി, അദ്ദേഹം എന്തു തീരുമാനം പറഞ്ഞാലും മധ്യസ്ഥനായിട്ട് അദ്ദേഹത്തെ നമുക്ക് അംഗീകരിക്കാം, അദ്ദേഹം പറയും പോലെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന കുടുംബം വെച്ചു എന്ന് പറഞ്ഞ് തർക്കിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരത്തിലിട്ടിരുന്ന മേൽത്തട്ടം, ആ മേൽത്തട്ടം എടുത്ത് താഴെ വിരിച്ചു, ഭൂമിയിൽ തറയിൽ വിരിച്ചു. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഈ തട്ടത്തിൻ്റെ ചുറ്റുഭാഗവും എല്ലാ കുടുംബവും പിടിച്ചോളൂ. എല്ലാ കുടുംബത്തിനും ഒരുമിച്ച് പിടിക്കാൻ പറ്റും. വലിയ തട്ടത്തിൻ്റെ ചുറ്റും എല്ലാവരും ഒന്ന് കൈവച്ചു, പൊക്കാൻ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിക്കേണ്ട ആ പൊസിഷനിലേക്ക് പൊക്കാൻ പറഞ്ഞു. പൊക്കിയിട്ട് കൃത്യമായിട്ട് പൊക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് തൽസ്ഥാനത്ത് വെച്ചു. അപ്പം നിങ്ങളും നമ്മളും എല്ലാവരും കൂടെ വെച്ചു. സംഗതി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കൈ കൊണ്ടാണ് പുനഃസ്ഥാപിച്ചത്. അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്, അങ്ങനെ നടക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത്. എന്നാലോ മറ്റുള്ളവരെ ആരെയും പിണക്കിയതും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സത്യസന്ധനായിരുന്നു. കാരണം അവരന്നും മുത്തുനബിയുടെ തീരുമാനത്തിന് എല്ലാവിധ അംഗീകാരവും കൊടുത്തത് ഹാദാ മുഹമ്മദുൻ ഹാദാ അൽ അമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അൽ അമീൻ എന്നത് അവർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും സുപ്രസിദ്ധമായ ഒരു സൽപ്പേരായിരുന്നു മുത്തുനബിയുടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂജഹൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ കളവാക്കുന്നത്? മുത്തുനബി ചോദിച്ചു. 40 വയസ്സുവരെ ഞാനൊരു കള്ളം പറഞ്ഞ പാരമ്പര്യം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കളവാക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ നഗ്ന സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിലാണോ നിങ്ങൾ എന്നെ വിമർശിക്കുന്നത്? ശരിയല്ലട്ടോ. എൻ്റെ വ്യക്തിത്വത്തിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പവും എവിടെയെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ നുണ പറയുന്ന ഒരാളാണോ? ഞാൻ ആളെ പറ്റിക്കുന്നയാളാണോ? അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വലിയ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇന്നാ ലാ നുകദ്ദിബുക യാ മുഹമ്മദ്, മുഹമ്മദേ നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല. നിന്റെ പേഴ്സണാലിറ്റി അത് പെർഫെക്റ്റ് ആണ്, ഞങ്ങൾക്ക് സംശയമല്ല, അത് സമ്പൂർണ്ണാണ്.
അതിനൊരു കോട്ടവുമില്ല. ഇന്ന് വരെ കളവ് പറഞ്ഞ അനുഭവമല്ല. വലാകിൻ നുകദ്ദിബു ബിമാ ജിത ബിഹി, പക്ഷേ നീ കൊണ്ടുവന്ന മെസ്സേജാണ് ഞങ്ങൾക്ക് ദഹിക്കാത്തത്. നീ കൊണ്ടുവന്ന മെസ്സേജ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾക്ക് പറ്റാത്തത്. ഞങ്ങൾക്ക് ആ മുദ്രാവാക്യാണ് കേട്ടുകൂടാത്തത്. അല്ലാതെ നിന്റെ വ്യക്തിത്വത്തിന് ഒരു കുഴപ്പവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്താ കാരണം? ദഅവത്ത് നടത്തിയിട്ട് അവരിൽ ഫലിക്കാതിരിക്കുമ്പം മാനസികമായൊരു തളർച്ച ഉണ്ടാവുമല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് മാനസികമായി തളരുന്ന മുത്തുനബിയെ അതാ പുനരുദ്ധരിക്കുന്ന ഒരു രൂപം നോക്ക് നിങ്ങൾ. ഉടനെ അള്ളാഹു തആല ആയത്തിറക്കി, ഫഇന്നഹും ലാ യുകദ്ദിബൂനക. നബിയേ, അവർ തങ്ങളെയല്ല കളവാക്കുന്നത്, തങ്ങളുടെ പേഴ്സണാലിറ്റി അവർ സമ്മതിക്കുന്നുണ്ട് നബിയെ, അതവർ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അവർ കളവാക്കുന്നത് എന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹനെയാണ് അവർ കളവാക്കുന്നത്. അല്ലാതെ തങ്ങളെയല്ല കളവാക്കുന്നത്, തങ്ങളുടെ വ്യക്തിത്വം അവർ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നബിയെ, തങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കരുത് കേട്ടോ. അഖ്നസ് ഇബ്നു ശുറൈഖ് എന്ന ശത്രു ബദർ സമരക്കളത്തിൽ വെച്ച് അബൂജഹലിനോട് ചോദിച്ചൊരു സ്വകാര്യമുണ്ട്. അല്ല, ജീവൻ വെച്ച് കളിക്കുക, നമ്മൾ പോരാടുകയാണ് മുസ്ലിമീങ്ങളോട്, മുഹമ്മദിനോടും പാർട്ടിയോടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇയാൾ ചോദിക്കുകയാണ്, യാ അബുൽ ഹക്കം. അബുൽ ഹക്കം എന്ന് പറയുന്നത് സത്യത്തിൽ അബൂജഹലിൻ്റെ ഓമന പേരാ. അബൂജഹലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലൈസ ഹുനാ ഗൈരി വഗൈറുക യസ്മഉ കലാമന. പിന്നെ ഇവിടെ ഞാനും നിങ്ങളും അല്ലാതെ ആരുമില്ല, യസ്മഉ കലാമന, നമ്മളെ സംസാരം കേൾക്കാൻ. എന്ന് പറഞ്ഞാൽ ഒന്ന് തുറന്നു പറയോ, ആരുമില്ല, സ്വകാര്യാണ്, ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ, വേറൊരാളും നിങ്ങൾ ഈ പറയുന്നത് കേൾക്കൂല, നമ്മളെ ഈ ചർച്ച കേൾക്കൂല. തുഖ്ബിറുനി അൻ മുഹമ്മദിൻ സ്വാദിഖുൻ ഹുവ അം കാദിബുൻ. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സമരം ചെയ്യുന്ന ഈ മുഹമ്മദ് സത്യസന്ധനാണോ അതോ കള്ളനാണോ? യഥാർത്ഥ പ്രവാചകനാണോ അതോ കള്ളപ്രവാചകനാണോ? ഇയാൾ കളവ് പറയാണോ? വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ ഒറ്റക്കല്ലേ, നമ്മൾ സ്വകാര്യം പറഞ്ഞാണ് എന്ന് പറഞ്ഞു അബൂജഹലിനോട് അഖ്നസ് ഇബ്നു ശുറൈഖ്. അപ്പം അബൂജഹൽ അഖ്നസ് ഇബ്നു ശുറൈഖിനോട് പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അബൂജഹൽ ഉടനെ തന്നെ പറഞ്ഞു, വല്ലാഹി ഇന്ന മുഹമ്മദൻ ലസ്വാദിഖ്. അല്ലാഹുവാണ് സത്യം, തീർച്ചയായും മുഹമ്മദ് സത്യസന്ധനായ വ്യക്തിയാണ്. വമാ കദബ മുഹമ്മദുൻ ഖത്തു. മുഹമ്മദ് ജീവിതത്തിൽ തീരെ കളവ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമാനത്ത് ശത്രുക്കള് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമാനത്തിന്, അവിടുത്തെ സ്വീകാര്യതക്ക്, സത്യസന്ധതക്ക് അവർ നൽകിയിരുന്ന ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ലോകമാണിത്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് മൂന്നാമത്തേത് എടുത്തു പരിശോധിക്കാം. മൂന്നാമത്തെ ഗുണം എടുത്തു പരിശോധിക്കുമ്പം ഒരാളെ ഒരാളെ സുസമ്മതനാക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണം അദ്ലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടേതാണ് നമ്മൾ എണ്ണുന്നത്. ഒരാൾ സുസമ്മതനാവാൻ വേണ്ട അടുത്ത ഗുണം നീതി ഉണ്ടായിരിക്കണം എന്നതാണ്, ജസ്റ്റിസ്. മുത്തുനബിയുടെ നീതിബോധം, ആ നീതിബോധത്തെക്കുറിച്ച് പറയുമ്പം ഒരുപാട് പറയാനുണ്ട്. വിശാലമായൊരു സംഭവം കാണാൻ കഴിയും. ഞാനതിൻ്റെ മർമ്മം മാത്രം പറയട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ അടുത്ത് പാല് കുടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു അന്ന്, 1 വയസ്സ് പോലും പ്രായമല്ല. അന്ന് ഹലീമ ബീവി വലതുഭാഗത്തുള്ള പാലാണ് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹിക്ക് കൊടുത്തിരുന്നത്. ഇടത്തെ ഭാഗത്തുള്ള പാലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പാല് കുടിച്ചിരുന്ന, അവിടുത്തെ പാൽ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഹലീമ ബീവിയുടെ മകൻ കുടിച്ചിരുന്നത്.
അങ്ങനെ ഒരു ദിവസം ഹലീമ ബീവിയുടെ മകൻ ഉറങ്ങുകയാണ്. ലംറത്താണ്, അല്ല ലംറത്തല്ല മറ്റൊരാളാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഏതായാലും ഹലീമ ബീവിയുടെ കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മിഞ്ഞ നൽകിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. അപ്പോൾ ഹലീമ ബീവി ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ മോൻ കിടന്നുറങ്ങല്ലേ, ഉണരുമ്പോഴേക്ക് ഇനിയും പാലുണ്ടായിക്കൊള്ളും, ഞാൻ ഇടത്തെ ഭാഗത്തുള്ള പാലും കൂടെ ഈ ആൾക്ക് തന്നെ കൊടുക്കട്ടെ എന്ന് ആലോചിക്കുകയാണ്. ആ മുത്തുനബിക്ക് തന്നെ കൊടുക്കട്ടെ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഈ കുട്ടിയോട് അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ ഇടതുഭാഗത്തേക്ക് തിരിച്ചു കിടത്തി പാല് കൊടുക്കുന്ന സമയത്ത് പാല് കുടിക്കാൻ ഈ കുഞ്ഞന്ന് വിസമ്മതിക്കുകയാണ്. 1 വയസ്സ് പോലും ആയിട്ടില്ല. 1 വയസ്സാകുന്നതിന് മുമ്പായി പറയുന്നത്. പാല് കുടിക്കാൻ വിസമ്മതിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസുൽ കുബ്രയിലൊക്കെ എഴുതിയത് കാണാം. പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഖാലൽ ഉലമാ ലിഅന്നഹു ഖദ് അലിമ അന്ന ലഹു ശരീകം ഫിർ റളാഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാ അമ്മിഞ്ഞ കുടിക്കാൻ വിസമ്മതിച്ചതിൻ്റെ കാരണം, അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല. മുത്തുനബിക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ട്, ഈ ഉമ്മയുടെ പാല് കുടിക്കാൻ ഞാനൊരാൾ മാത്രമല്ല, എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്, ഒരു പങ്കാളിയും കൂടെ എൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല ഈ പാലിന് അവകാശി, അതുകൊണ്ട് ഈ പാല് ഞാൻ കുടിച്ചാൽ, ലംറത്തിൻ്റെ പാല് ഞാൻ കുടിച്ചാൽ അതിൻ്റെ അർത്ഥം ആരാൻ്റെ ഹക്കിൽ കൈയിട്ട് വാരുക എന്നാണ്. ഈ അനീതി ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല. ചെറുപ്പകാലത്ത് എന്ത് നീതിബോധ ഉണ്ടാകുക? പാലല്ല, ആരാൻ്റെ പാലല്ല, ആസിഡ് ഒഴിച്ചിട്ട് ഉമ്മ തരികയാണെങ്കിൽ, വിഷം ഒഴിച്ചിട്ട് തരികയാണെങ്കിൽ വരെ നമ്മൾ കുടിക്കൂലേ? അങ്ങനെയാണ് അതിൻ്റെ ലോകം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തും കൃത്യമായ നീതിബോധമുള്ളയാളായിരുന്നു. 4ാമത്തെ ഗുണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷമ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ സൽഗുണമാണ്. ഏത്? നല്ല ക്ഷമ വേണം. ആൺകുട്ടികളെ പോലെ ക്ഷമിക്കാൻ പറ്റണം. മുത്തുനബിയുടെ ക്ഷമ, അറബി മൂലങ്ങളൊക്കെ വായിച്ച് പറയുമ്പോഴേക്ക് സമയം വൈകും, മർമ്മം മാത്രം പറയാം. തായിഫിൽ നിന്ന് വരുമ്പം ശത്രുക്കൾ കല്ലെറിഞ്ഞ് ക്ഷീണിച്ച് അവശനായി രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന മുത്തുനബി തായിഫിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ടിരിക്കുകയാണ്. ഇന്നും ആ ഭാഗം ചെന്നാൽ നമുക്ക് കാണാം. മസ്ജിദു അദ്ദാസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ടവിടെ. ആ പള്ളി നിന്നിടത്ത് ഉണ്ടായിരുന്ന ഒരു മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പറയുന്ന സ്ഥലം. അവിടേക്ക് നമ്മളൊന്ന് പോവുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് വരുമ്പം ഏറുകൊണ്ട് വിഡ്ഢിക്കോലങ്ങൾ കൂക്കി വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഇരിക്കേണ്ടി വന്നു തളർന്നിട്ട്. ആ സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ മുന്തിരിത്തോട്ടത്തിൽ അതാ റബീഅത്തിൻ്റെ 2 മക്കളും ആ മുന്തിരിത്തോട്ടത്തിലുണ്ട്. അവരുടെ മുന്തിരിത്തോട്ടമാണത്. റബീഅത്തിൻ്റെ മക്കള് ഉത്ബത്തും ഷൈബത്തും, അവർ 2 പേരുമാണ് അതിൻ്റെ ഓണേഴ്സ്. അവരവിടെ ഉണ്ട്, അവർ മക്കക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ത്വായിഫിലേക്ക് വന്നു. അവരവരുടെ തോട്ടത്തിൽ വന്നതാ. നാട്ടിലാരും സ്വീകരിക്കാഞ്ഞിട്ടാ ത്വായിഫിൽ ഒന്ന് നോക്കിയത്. അവരും തള്ളിക്കളഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വേദനയോടെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ രംഗം കണ്ടത്. അപ്പം എന്തായാലും വിദേശത്ത് വെച്ച് നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും പരിക്കേൽക്കുമ്പോൾ ഒരു സഹതാപം ഉണ്ടാവുമല്ലോ. ആ സഹതാപം ഇവർ കാണിച്ചു. ഓ, മുഹമ്മദ് വേണ്ടാ പണിക്ക് പോയിട്ടല്ലേ, ഏതായാലും പാവം നമ്മളെ നാട്ടുകാരനല്ലേ. ഇവർ 2 ആളും അഭിപ്രായം പറഞ്ഞു, ജ്യേഷ്ഠനും അനുജനും. എന്നിട്ട് പറഞ്ഞു, നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ട, സഹകരിച്ചു എന്ന് തോന്നണ്ട. അതുകൊണ്ട് അവരുടെ അടിമയായ അദ്ദാസ്, തോട്ടപ്പണിക്കാരൻ, അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ ഇരിക്കുന്ന ആൾക്ക് ഈ ഒരു കുല മുന്തിരി കൊണ്ടുപോയി കൊടുക്കുക, അയാൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ
മുന്തിരി പറിച്ചു, നല്ല പഴുത്ത മുന്തിരിക്കൊല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പം നബി തങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെയാ മോനെ നീ എനിക്ക് തരിക? അല്ല, മുതലാളിമാരുണ്ട് അവിടെ, ഉത്ബത്തും ഷൈബത്തും ഉണ്ട് അവിടെ, അവരെനിക്ക് നിങ്ങൾക്ക് തന്നയച്ചതാ. ഓഹോ, അവരാണോ? എൻ്റെ നാട്ടുകാർക്ക് എന്നോടൊരു കരുണ തോന്നിയല്ലോ. അള്ളാഹുവിൻ്റെ റസൂല് വളരെ സന്തോഷത്തോടെ അതാ ആ മുന്തിരിക്കൊലയിൽ നിന്ന് ഒരു മുന്തിരി ഇങ്ങ് പൊട്ടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വായിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ അദ്ദാസ് നബി തങ്ങളെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദൽ കലാം മാ യഖൂലുഹു അഹ്ലു ഹാദിഹിൽ ബിലാദ്. ഈ നാട്ടുകാരൊന്നും പറഞ്ഞ് കേട്ട് ശീലല്ലാത്ത ഒരു വാക്കാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു പുതിയ മന്ത്രോച്ചാരണമാണല്ലോ ഇത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ, ഇത് പറഞ്ഞ സമയത്ത് അവരെന്താ പറഞ്ഞ മറുപടി എന്നറിയോ? ആ ശരിയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ നാട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല, പറയാത്തൊരു വാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ. അതുകൊണ്ട് ആദ്യം ചോദിക്കട്ടെ, മിൻ അയ്യിൽ ബിലാദി അന്ത, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? യാ അദ്ദാസ്, അദ്ദാസെ നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? അപ്പോൾ വരുമ്പോൾ പേര് ചോദിച്ചിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും. വമാ ദീനുക, നിങ്ങളുടെ മതം ഏതാണ്? അപ്പോൾ പറഞ്ഞു, അന നസ്രാനിയുൻ, ഞാൻ പക്കാ നസ്രാനിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഒരു ക്രൈസ്തവനാണ്. അന നസ്രാനിയുൻ, ഞാൻ നസ്രാനിയാണ്. വ അന മിൻ അഹ്ലി നീനവ, ഞാൻ നീനവ നാട്ടിലുള്ളയാളാണ്, നീനവ നാട്ടുകാരനാന്ന് പറഞ്ഞപ്പോഴേക്ക് മുത്തുനബി മിൻ ഖറിയത്തി റജുലി സാലിഹ് യൂനസ് ഇബ്നു മത്ത, അതെ, ആ നല്ല മനുഷ്യൻ യൂനുസ് ഇബ്നു മത്തയുടെ നാട്ടുകാരനാണോ? അപ്പോഴേക്ക് ഇയാൾക്ക് അതറിയാൻ വല്ലാത്ത ഒരു ജിജ്ഞാസ ഇയാളുടെ മനസ്സിൽ വരികയാണ്. അദ്ദാസിൻ്റെ അദ്ദാസ് ചോദിച്ചു, യൂനുസ് ഇബ്നു മത്തയുടെ നാട്ടുകാരനോ? അതെ അതെ അതെ, ഞാൻ നീനവയിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വന്നതാ, ഞാൻ നീനവയിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വന്നതാണ്. പക്ഷെ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ യൂനുസ് ഇബ്നു മത്തയെ അറിയുക? അന്ത ഉമ്മിയുൻ, നിങ്ങൾ നിരക്ഷരരായ അറബികളുടെ കൂട്ടത്തിലുള്ളയാളല്ലേ. ഫി ഉമ്മത്തിൻ ഉമ്മിയ, നിരക്ഷര സമൂഹത്തിലുള്ള നിരക്ഷരനല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കിതാബും ഈമാനും ഒന്നും അറിയാത്ത അറബികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലേ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത്? എൻ്റെ നാട്ടുകാരനായിരുന്ന ഒരു കാലത്തെ യുഗപുരുഷനായിരുന്ന ആ യൂനുസ് ഇബ്നു മത്തയെ അറിയാം. അപ്പോൾ പറഞ്ഞു, ദാലിക്കാഹി, മുത്തുനബി പറഞ്ഞു, അതെൻ്റെ ഇക്കാക്കയാണ്. കാന നബിയൻ വാന നബി, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, ഞാനും ഒരു പ്രവാചകനാകുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതോടുകൂടെ അദ്ദാസ് മുത്തുനബിയുടെ ശരീരത്തിലൂടെ അങ്ങ് വീണു. യുഖബ്ബിലു റഅസഹു വയദൈഹി വഖദമൈഹി, തലയിൽ ചുംബിച്ചു, കൈകാലുകൾ ചുംബിച്ചു, മുത്തുനബിയുടെ മുകളിലൂടെ അങ്ങ് വീണു. അപ്പോഴാ റബീയത്തിൻ്റെ മക്കള്, തോട്ടത്തിൻ്റെ മുതലാളിമാർ ഇപ്പുറത്ത് നിന്ന് ഒരാൾ മറ്റൊരാളോട്, ജ്യേഷ്ഠൻ അനുജനോട് പറയാണ്, അമ്മ ഗുലാമുക ഫഖദ് അഫ്സദഹു അലൈക്, വേണ്ടില്ലായിരുന്നു, അയ്യോ കഷ്ടം, തളർന്നിരിക്കല്ലേ എന്ന് കരുതിയിട്ടാണ് ഒരു കുല മുന്തിരി കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്. അമ്മ ഗുലാമുക ഫഖദ് അഫ്സദഹു അലൈക്, ആ കുട്ടിനെ വടക്കാക്കി, ആ കുട്ടി അവൻ്റെ ഷെറിൽപ്പെട്ടിരിക്കുകയാണ്, ബന്ധപ്പെടുന്നവരൊക്കെ കുടുങ്ങുകയാണ്. ആ കുട്ടിയെ കുടുക്കിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദാസ് എത്തിയപ്പം അദ്ദാസിന്റെ മുതലാളിമാർ അദ്ദാസിനോട് ചോദിച്ചു, വൈലക് മാലക തുഖബ്ബിലു റഅസ ഹാദർ റജുലി വയദൈഹി വഖദമൈ, എന്തിനാണ് ആ മനുഷ്യന്റെ കൈയും കാലും തലയും ഒക്കെ പിടിച്ച് ചുംബിക്കാൻ പോയത്? അപ്പോൾ പറഞ്ഞു, യാ സയ്യിദി, എൻ്റെ യജമാനരെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാ ഫിൽ അർദി ഖൈറും മിൻ ഹാദർ റജുൽ, ഈ ഭൂലോകത്ത് ഇതുപോലെ ഉഷാറുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലേ. ലഖദ് അഅലമനി ബി അംറിൻ ലാ യഅലമുഹു ഇല്ലാ നബിയുൻ, ഒരു നബിക്ക് അദൃശ്യമാർഗത്തിൽ അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഒരു നബിക്ക് അദൃശ്യ മാർഗത്തിലൂടെ അല്ലാതെ അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം എപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നബിയാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, വൈഹക്, നിന്റെ നാശം
യാ അദ്ദാസ്, അദ്ദാസേ ലാ യസ്രിഫന്നക അൻ ദീനിക ഫഇന്ന ദീനക ഖൈറും മിൻ ദീനിഹി. നിന്റെ മതത്തിൽ നിന്ന് അവൻ നിന്നെ വഴി തെറ്റിച്ച് കളയാതിരിക്കട്ടെ. നിന്റെ മതം അവൻ്റെ മതത്തെക്കാളൊക്കെ എത്രയോ നല്ല മതമാണ്. എന്തിനാണ് വെറുതെ നീ ആ പുതിയ മതത്തിൽ കുടുങ്ങുന്നത് എന്ന് അദ്ദാസിനോട് ചോദിക്കുകയാണ് ഇവർ. നോക്കൂ നിങ്ങൾ, എന്തൊരു സംഭവമാണ് സുഹൃത്തുക്കളെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷമയുടെ ഉദാഹരണങ്ങൾ ഇതുപോലെ എത്ര പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ വന്നിരുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അങ്ങേയറ്റത്തെ വാക്കുകൾ ചരിത്രത്തിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക ദുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസി യാ അർഹമർ റാഹിമീൻ. പടച്ചോനെ, എൻ്റെ ശക്തി കുറവ്, എൻ്റെ ബലഹീനതയെക്കുറിച്ച് എനിക്ക് നിന്നോടേ പറയാനുള്ളൂ. എൻ്റെ യുക്തിക്കുറവിനെക്കുറിച്ച് എനിക്ക് നിന്നോടേ പറയാനുള്ളൂ. ഞാൻ ജനങ്ങളുടെ മേൽ വളരെ നിസ്സാരനായി മാറുകയാണോ പടച്ചോനെ? അന്ത റബ്ബുൽ മുസ്തദഅഫീൻ. പക്ഷേ എനിക്ക് സങ്കടമില്ല, നീ അടിച്ചമർത്തപ്പെടുന്നവരുടെ റബ്ബാണ്. ഞാൻ അടിച്ചമർത്തപ്പെടുന്നതിൽ എനിക്ക് സങ്കടമില്ല. അടിച്ചമർത്തപ്പെടുന്നവരെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കും. വഅന്ത റബ്ബി ഇലാ മൻ തകിലുനി. റബ്ബേ, നീ ആർക്കാണ് എന്നെ വിട്ടുകൊടുക്കുന്നത്? ആർക്കാണ് നീ എന്നെ വിട്ടുകൊടുക്കുന്നത്? ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? വിദേശിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? അതുകൊണ്ട് അള്ളാഹുവേ, നീ എന്നെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ക്ഷമ എത്രത്തോളം വലുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിലും ഇല്ലം യകും ബിക അലയ്യ ഗളബുൻ ഫലാ ഉബാലി. നിനക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലെങ്കിൽ, ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുമ്പം ഇവരെന്നെ ഇങ്ങനെ കൊഞ്ഞനം കുത്തുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. പക്ഷെ ആ പ്രയാസമല്ല. നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ ഫലാ ഉബാലി, ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കിതൊന്നും പ്രശ്നമല്ല. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു ആ സ്വബറിൻ്റെ ലോകം. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത ഗുണം നമ്മൾ പരിശോധിക്കുമ്പം അഫ്വുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊതുമാപ്പ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും മാപ്പ് നൽകിയിരുന്നതിൻ്റെ ചിത്രം കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സമ്പൂർണനായ വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാന മൻ ജല്ല ജലാലു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു വലിയ ചരിത്രം. നമുക്കത് 1 മിനിറ്റ് കൊണ്ട് പറയാം, കാരണം സമയം കഴിഞ്ഞു. 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിശ്രമിക്കുന്നു. നബി തങ്ങളുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു വാള് അത് മരക്കൊമ്പിൽ തൂക്കിയിടുന്നു. നബി തങ്ങൾ അവിടെ ഉറങ്ങുന്നു. കൂട്ടുകാരൊക്കെ തൊട്ട് അകലെയായിട്ടുള്ള ഓരോ മരങ്ങളുടെ ചുവട്ടിൽ പോയി വിശ്രമിക്കുന്നു. നബിതങ്ങളെ ബഹുമാനിച്ച ഒരു മരം മുഴുവനും മുത്തുനബിക്ക് അവർ നൽകി. അവരൊക്കെ ദൂരെ പോയിരിക്കുന്നു. അപ്പോഴാണ് ഒരു ശത്രു അതിലൂടെ അങ്ങനെ നടന്നു പോകുന്നത്. ഫജാ റജുലുൻ മിനൽ മുശ്രിക്കീൻ. ഒരു ശത്രു അതിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനപ്പായസമുണ്ട് ഇങ്ങനെ നടക്കുന്നവനാ. നബിതങ്ങളെ കൊല്ലാൻ എന്താ മാർഗം? നബിതങ്ങളുടെ പ്രസ്ഥാനം തകർക്കാൻ എന്താ മാർഗം? അപ്പോഴാണ് അവൻ കാണുന്നത് നബി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. അത് ഉറങ്ങുകയാണ്. ആകെ കയ്യിലുള്ള ഒരു വാള് മരക്കൊമ്പത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. പതുക്കെ വന്നു, ആ വാളയച്ചെടുത്തു. ഉറയിലിട്ട വാള് പുറത്തെടുത്തു. അങ്ങ് വെട്ടിയാൽ മതി. പക്ഷേ അവന് തോന്നി, മുഹമ്മദ് ഞാനാ കൊന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു, തഹാഫുനി, എന്നെ ഭയമുണ്ടോ? എന്നെ പേടിക്കുന്നുണ്ടോ? ഞാൻ ഈ വാള് കൊണ്ടങ്ങ് വെട്ടുകയാണെങ്കിൽ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഒരു പേടിയില്ല. കണ്ടോ എത്ര ധൈര്യത്തോടെയാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രതികരണം. അപ്പോൾ ചോദിച്ചു, ഫമൻ യംനഉക മിന്നി, എന്തുകൊണ്ട് പേടിയില്ല? ഈ വാള് കൊണ്ട് ഞാൻ നിന്നെ അങ്ങ് വെട്ടുകയാണെങ്കിൽ ആരാണ് ഇവിടെ പ്രതിരോധം തീർക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂളായിട്ട് പറഞ്ഞു, അതിലേറെ കൂളായിട്ട് പറഞ്ഞു, ഖാല അല്ലാഹു പ്രതിരോധിക്കും എന്ന് പറഞ്ഞു. അല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന് പറഞ്ഞ അതാ കൈ അങ്ങ് വിറച്ചു, നിലത്തങ്ങ് വീണു വാള്.
ഒരു പേന പോലും കയ്യിൻ്റെ ബാലൻസ് തെറ്റിയാൽ നമ്മുടെ കയ്യിൽ നിൽക്കൂല, അത് നിലത്തേക്ക് വീഴും. എന്നിട്ടുണ്ടോ വാള് പിടിച്ച് നിൽക്കുന്നത്? നിലത്തേക്ക് വീഴും. നബി തങ്ങൾ ആ വാളെടുത്ത് ഇങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഇതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങ് വെട്ടിയാൽ, നമ്മളാണെങ്കിൽ വെട്ടൽ കഴിയും. നബി തങ്ങൾ ചോദിച്ചു, ഇതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങ് വെട്ടിയാൽ ആരാ തടുക്കാനുണ്ടാവുക? എന്തായിരുന്നു ആ മനുഷ്യൻ്റെ മറുപടി? കുൻ ഖൈറ ആഖിദ്, കുൻ ഖൈറ ആഖിദ്, പ്ലീസ് എന്നോട് ക്ഷമിക്കണം, നല്ല നിലക്ക് വാളെടുത്തവനാകണേ, എന്നെ ആക്രമിക്കരുത്, ദ്രോഹിക്കരുത്, എനിക്ക് പൊതുമാപ്പ് നൽകണം. ഇതാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണല്ലോ ഞാനും നീയും തമ്മിലുള്ള തർക്കം. അപ്പം ഇത് ശരിയാന്ന് എനിക്ക് ബോധ്യപ്പെട്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാന്ന് ബോധ്യപ്പെടാൻ ഇതിലും വലിയ തെളിവാണോ? അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ കയ്യാണ് വിറച്ച് വാള് നിലത്തങ്ങ് വീണു. ഇതുപോരെ ഇപ്പം ഞാൻ അള്ളാഹിൻ്റെ റസൂലാന്ന് ബോധ്യപ്പെട്ടോ? എന്നാ ഇനി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ മറുപടി ഇല്ല, അതൊരിക്കലും ഞാൻ പറയില്ല, കാരണം ആ മുദ്രാവാക്യം എനിക്കൊരിക്കലും ഇഷ്ടമല്ല. അങ്ങനെയാണ്. തൗഫീഖില്ലാത്തവർക്ക് ഈ മുദ്രാവാക്യത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല. ഹിദായത്ത് പടച്ചോൻ തന്നെ കൊടുക്കണം. സംഗതി ബോധ്യപ്പെട്ടു, പക്ഷേ ഞാനത് ചൊല്ലൂല. പക്ഷെ ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റും, വലാകിന്നി വാഹിദുക അല്ലാ ഉഖാതിലക വലാ അകൂന മഅ ഖൗമി യുഖാതിലു. നിന്നോട് ഏറ്റുമുട്ടാൻ ഞാൻ വരൂല, നിന്നോട് സമരം ചെയ്യാൻ വരുന്ന ടീമിനോടൊപ്പം സഖ്യകക്ഷിയായിട്ടും ഞാൻ ഉണ്ടാവില്ല. ഒരിക്കലും നിന്നോട് ഏറ്റുമുട്ടാനോ നിന്നോട് ഏറ്റുമുട്ടുന്നവരുടെ കൂടെ കൂടാനോ ഞാൻ ഉണ്ടാവില്ല. ഒരിക്കലും നിന്നെ ഇനി ദ്രോഹിക്കൂല. ആ വാക്ക് നിനക്ക് തരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹിനോട്. അപ്പോൾ മുത്തുനബി ഫഖല്ലാ സബീലഹു, അയാളെ അയാളുടെ പാട്ടിന് വിട്ടു. എന്നാ പൊയ്ക്കോ പറഞ്ഞു. എന്താണ് ഈ മാപ്പിനൊക്കെ പറയാനുള്ളത് നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതം, നബി തങ്ങൾ പ്രചരിപ്പിച്ച അള്ളാഹുവിൻ്റെ മതം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന് പറയുന്നവർക്ക് വായടപ്പം മറുപടി ഉണ്ട് ഇതിൽ. അവരാണ് ചെവി തുറന്ന് ഇത് കേൾക്കേണ്ടത്. അങ്ങനെ അയാൾ ചെന്നു അയാളുടെ കൂട്ടുകാരെ അടുത്ത് എത്തിയപ്പം, മുശ്രിക്കീങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പം, നബി തങ്ങളുടെ മറ്റു ശത്രുക്കളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അന്ന് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജിഅ്തുകും മിൻ ഇൻദി ഖൈരിന്നാസ്, ലോകം കണ്ട ഏറ്റവും നല്ല ഒരു മനുഷ്യൻ്റെ അടുത്താണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത്. ആരാണത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്ത, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ആ പൊതുമാപ്പാണ് അതിന് കാരണം. ഇത്തരം ഒരു ഡയലോഗിലേക്ക് അയാളെ ഉയർത്താൻ കാരണം. അവസാനിപ്പിച്ചു. നമ്പർ 6, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മം. ഉദാഹരണം പറഞ്ഞു നീട്ടുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരാൾ ഒരു ദിവസം വരുന്നു. ധർമ്മം വേണം, കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിലേ ആളുകളുടെ ഇടയിൽ സുസമ്മതനാവുള്ളൂ. പിശുക്കന്മാരാർക്കും ഇഷ്ടമുണ്ടാവില്ല. മുത്തുനബിൻ്റെ ലോകേത, ഇഷ്ടംപോലെ കൊടുക്കും. ഒരാൾ വന്നു, നബി എനിക്ക് വല്ലതും തരണം എന്ന് പറഞ്ഞു. അസ്അലുക അലൽ ഇസ്ലാമി ഷൈഅ, ഇസ്ലാമിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. അങ്ങനെ പടച്ചോനെ മുൻനിർത്തി ചോദിക്കുക, ഇസ്ലാമിനെ മുൻനിർത്തി ചോദിക്കുക, എന്നാൽ പിന്നെ തട്ടൂല. ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, വല്ലതും തരുമോ എന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം, വല്ലതും തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തരാലോ. കൊടുത്തു, അദ്ദേഹത്തിന് കൊടുത്തു. എന്താ കൊടുത്തത്? നബി തങ്ങൾ പറഞ്ഞു, ആ 2 മലയിടുക്കുകൾക്കിടയിൽ, ആ 2 കുന്നുകൾക്കിടയിൽ കാണുന്ന ആ മേഞ്ഞു തിന്നുന്ന ആട്ടിൻപറ്റം മുഴുവനും ഇല്ല, എണ്ണിയാലൊടുങ്ങാത്ത ആട്ടിൻപറ്റമുണ്ട്, മുത്തുനബിൻ്റേതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മുഴുവനും എടുത്തിട്ട് കൊണ്ടുപോയിക്കോ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, അത് മുഴുവനോ? കൊണ്ടുപോയിക്കോ. സത്യമായിട്ടും കാര്യം പറഞ്ഞത് തന്നെയാണ്. അയാൾ ഈ ആടുകളെയൊക്കെ തൊളിച്ച് അയാളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ അയാൾ നാട്ടുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഖൗമി അസ്ലിമു, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വേണമെങ്കിൽ മുസ്ലിം ആയിക്കോളൂ. ഫഇന്ന മുഹമ്മദൻ യുഅ്തി അതാഅൻ ലാ യഖ്ശൽ ഫാഖ, ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത കൊടുക്കലാ മുഹമ്മദ് കൊടുക്കുന്നത്. കൊടുത്ത പൊളിയൊന്ന് പേടിയില്ലാത്ത കൊടുക്കലാ കൊടുക്കുന്നത്. വേണമെങ്കിൽ മുസ്ലിം ആയിക്കോളി ചങ്ങാതിമാരെ എന്ന് പറഞ്ഞു. ഈ കോലത്തിൽ സംഭാവനകൾ നൽകിയിരുന്നവരാണ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പർ 7 കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്, സമയ പരിമിതി കണക്കിലെടുത്തുകൊണ്ട്. 7ാമത്തെ നമ്പറാണ് പറയുന്നത്. 7ാമത്തേത് തിരുനബിയുടെ ഏറ്റവും വലിയ ഗുണം. 7ാമത്തേത് അവസാനത്തേതാണ് നമ്മൾ പറഞ്ഞതിൽ. അത് ഹയാ ആണ്, ലജ്ജയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു.
അതൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണമാണ്. ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി അതെല്ലാവർക്കും ഉണ്ടാവില്ല. ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ചിത്രമാണ് ലോകത്തെവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഉളുപ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പൂർവ്വകാല ശരീഅത്തിൽ ഓരോരുത്തർക്കും നൽകപ്പെട്ട, ഓരോ നബിമാർക്കും നൽകപ്പെട്ട സന്ദേശങ്ങൾ പലതും ക്യാൻസലായി പോയിട്ടുണ്ട്. എല്ലാം ക്യാൻസലായി പോയിട്ടുണ്ട്, കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ മുൻ ശരീഅത്തുകളിൽ, അധ്യാപനങ്ങളിൽ കാലഹരണപ്പെടാതെ നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാൻസലാവാത്ത മൂല്യങ്ങളുണ്ട്. ഇന്ന മിമ്മ അദ്റകന്നാസു മിൻ കലാമിൻ നുബുവ്വ ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത. അവരുടെ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നേരത്തെ കിട്ടിയ ശരീഅത്തുകൾ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഇന്നും കിട്ടുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽപ്പെട്ടതാണ്. അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഇത് നബിതങ്ങൾ പറയാണ്, എല്ലാ നബിമാരെയും അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ ഉളുപ്പാണ് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക. നാണം വേണം, ലജ്ജ വേണം, ഉളുപ്പ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ലജ്ജയുള്ള ആളായിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുമ്പൻ നബിതങ്ങൾ പ്രത്യേകം ഹയാ കീപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം ധരിക്കുന്നിടത്ത്, ഡ്രസ്സ് അണിയുന്നിടത്ത്, അവിടെയൊക്കെ ഉളുപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്തിരുന്നു. ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ ഒന്നും ഉടുക്കാതെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു തുണി മാത്രം ഉടുത്തിട്ട് ഒരു തോർത്തം കൊണ്ട് ഉടുത്ത് അങ്ങനെയൊന്നും പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല മുത്തുനബിക്ക്. എപ്പോഴും ഡ്രസ്സ് ചെയ്ത് മാന്യമായിട്ടേ നടക്കുകയുള്ളൂ. ഒരു വേണ്ടാവൃത്തികളിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണൂല. എല്ലായിടത്തും ഉളുപ്പ് കീപ്പ് ചെയ്തിരുന്നു സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹയാഇൻ്റെ ലോകം നീണ്ടു പറയാനുള്ളതാണ്. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ.